ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു നീതാസ് ടേസ്റ്റ് ലാൻഡ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു നാടൻ തോരനാണ്. നാടൻ തോരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ വീടുകളിൽ ചെയ്യാറുള്ള ഒരു തോരൻ റെസിപ്പി തന്നെയാണ് ബീൻസ് തോരൻ. ബീൻസ് തോരന് വലിയ പ്രത്യേകതകളുണ്ടോ എന്ന് വെച്ചാൽ പ്രത്യേകതകളില്ല. പിന്നെ ഞാൻ ചെയ്യുന്ന രീതി ആയിരിക്കില്ല മറ്റുള്ളവർ ചെയ്യുന്നത്. നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ ചെയ്യുന്ന രീതികൾ തമ്മിൽ വ്യത്യാസം ഉണ്ടാവില്ല, ആ ഒരു വ്യത്യാസമുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇത് അറിയാത്ത കുട്ടികൾക്ക് ബീൻസ് തോരൻ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് ഒരു ഐഡിയ വേണ്ടേ. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ തോരൻ ചെയ്യുന്നതേ ഉള്ളൂ. എല്ലാ റെസിപ്പികളും നമ്മൾ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. ഓരോന്നും അറിയാത്ത ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാണല്ലോ ചെയ്യുക. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബീൻസ് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഞാനിപ്പോൾ വീഡിയോ ചെയ്യുമ്പോൾ കാണിച്ചു തരാം. അത് അറിയാത്ത ആളുകൾക്ക് വേണ്ടി. അറിയുന്ന ആളുകൾ ആ പോർഷൻ സ്കിപ്പ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ആ ബെല്ലൈക്കണിലും കൂടെ ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡെയിലി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ ബീൻസ് തോരൻ റെഡിയാക്കാം. ബീൻസ് തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മൾ ബീൻസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ പച്ചമുളക്, ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ എടുത്തിരിക്കുന്നത് തേങ്ങ ചിരവിയത്, വറവിടാനായിട്ട് കടുക്, ഉഴുന്നുപരിപ്പ്, മഞ്ഞൾപ്പൊടി. ഇതിലിപ്പോൾ ഞാൻ 1/2 കിലോ ബീൻസ് എടുത്തിട്ടുണ്ട്. 1/2 കിലോ ബീൻസ് എടുത്തിട്ടുണ്ടെങ്കിലും ഇത് മുഴുവൻ നമ്മൾ യൂസ് ചെയ്യില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് ബീൻസ് നമ്മൾ വാങ്ങിക്കുമ്പോൾ തന്നെ മൂത്ത ബീൻസ് ആയിരിക്കും, ഇളയ ബീൻസ് വളരെ കുറച്ച് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കറി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 1/2 കിലോ ബീൻസ് എന്ന് വെച്ചാൽ 1/4 കിലോ ബീൻസ് കിട്ടുള്ളൂ. അതുകൊണ്ടാണ് 1/2 കിലോ ബീൻസ് എന്ന് പറഞ്ഞത്. പിന്നെ നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യുമ്പോൾ ഉള്ളി യൂസ് ചെയ്യാണ് കൂടുതൽ ടേസ്റ്റ്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു നാടൻ ടേസ്റ്റ് വരുന്നത് ഉള്ളി യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒരു 20 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് വലിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളിയല്ല. കണ്ടോ, നല്ല വലിപ്പമുള്ള ഉള്ളിയാണ്. അപ്പോൾ ഈ വലിപ്പത്തിലുള്ള 20 ഉള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മീഡിയം വലിപ്പമുള്ള ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ആദ്യം ബീൻസ് കട്ട് ചെയ്ത് തുടങ്ങാം. ബീൻസ് കട്ട് ചെയ്ത് തുടങ്ങുന്നതിന് മുന്നേ ബീൻസ് ഇപ്പോൾ വാഷ് ചെയ്തിട്ടൊന്നുമില്ല. ബീൻസ് നമ്മൾ വാഷ് ചെയ്യുന്നത് ബീൻസിന്റെ ആ ഒരു നാരുണ്ടല്ലോ അത് കളഞ്ഞതിന് ശേഷം മാത്രമേ വാഷ് ചെയ്യുള്ളൂ. അപ്പോൾ ഇളയ ബീൻസ് ആണെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ നാര് ഇങ്ങനെ വലിഞ്ഞു വരില്ല. ഇളയ ബീൻസ് ആയിട്ട് നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിപ്പോൾ ഞാൻ ഈ ബീൻസിന്റെ നാര് എടുക്കാൻ നോക്കിയിട്ട് നാര് ഉണ്ടായില്ല. ഇളയ ബീൻസ് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കാന്നുണ്ടെങ്കിൽ വെജിറ്റബിൾ ഷോപ്പിൽ പോകുമ്പോൾ ബീൻസ് എടുത്തിട്ടൊന്ന് ഒടിച്ചു നോക്കുക. കറക്റ്റായിട്ട് ഒടിഞ്ഞു വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇളയ ബീൻസ് ആണ്. ഇതിപ്പോൾ അത്ര ഇളയതല്ല, ചെറുതായിട്ട് മൂത്ത് തുടങ്ങിയ ബീൻസ് ആണ്. എങ്കിലും നല്ല മൂത്ത ബീൻസ് ആണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഒടിഞ്ഞു വരില്ല. അപ്പോൾ ഒരു പ്രാവശ്യം കൂടെ കാണിച്ചില്ല. നമ്മൾ വെജിറ്റബിൾ ഷോപ്പിൽ പോയിട്ട് ബീൻസിനെ നടുക്ക് വെച്ച് ഒടിക്കരുത് കേട്ടോ. ഈ സൈഡിൽ നിന്ന് ഒടിച്ചു നോക്കുക, 2 തുമ്പും ഒടിച്ചു നോക്കുക. അപ്പോൾ ഇതൊക്കെ ഇളയ ബീൻസ് ആണ്, വേഗം തന്നെ ഒടിഞ്ഞു വരുന്നുണ്ട്. ഇങ്ങനെയുള്ള ബീൻസ് മാത്രം എടുക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1/2 കിലോ ബീൻസ് വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് 1/4 കിലോ ബീൻസേ കറി ഉണ്ടാക്കാൻ കിട്ടുള്ളൂ എന്നുള്ളത്. ബീൻസിന്റെ തുമ്പ് ഒടിച്ചിട്ട് ഇങ്ങനെ വലിക്കുമ്പോൾ നല്ല ബീൻസ് ആണെങ്കിൽ ഇതുപോലെ നാരുണ്ടാവില്ല, മൂത്ത ബീൻസ് ആണെങ്കിൽ നാര് കൂടുതലായിരിക്കും, ഇതുപോലെ ഒടിഞ്ഞു വരികയുമില്ല. അതാണ് അതിന്റെ വ്യത്യാസം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ബീൻസ് ആദ്യം എല്ലാം തുമ്പൊക്കെ ഒടിച്ച് ക്ലീൻ ചെയ്തതിന് ശേഷം കഴുകിയെടുക്കാം. കഴുകിയെടുത്തതിന് ശേഷം കട്ട് ചെയ്ത് തുടങ്ങാം. ഇപ്പോൾ നമ്മൾ ബീൻസ് നാരൊക്കെ കളഞ്ഞ് നന്നായി വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് കട്ട് ചെയ്ത് തുടങ്ങാം. നമുക്കിനി ബീൻസ് കട്ട് ചെയ്ത് തുടങ്ങാം. ബീൻസ് കട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബീൻസ് തോരൻ കട്ട് ചെയ്യുമ്പോൾ ചെറിയ കനമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കുക. തീരെ നൈസായിട്ട് അങ്ങ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബീൻസ് തോരൻ കഴിക്കുമ്പോൾ ഒട്ടും ടേസ്റ്റ് ഉണ്ടാവില്ല. ഇങ്ങനെ 2-3 ബീൻസ് ഒരുമിച്ച് ചേർത്ത് പിടിച്ചിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ച് ഈസി ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ കട്ട് ചെയ്ത് തീരുമല്ലോ. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ കുറച്ച് ടൈം എടുക്കും കട്ട് ചെയ്യാൻ. ഇപ്പോൾ കണ്ടോ, ഈ ഒരു വലിപ്പത്തിലാണ് നമ്മൾ ബീൻസ് കട്ട് ചെയ്തിരിക്കുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ബീൻസ് മുഴുവൻ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഉള്ളി നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളിതിൽ പച്ചമുളകും തേങ്ങയും ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളകും കട്ട് ചെയ്ത് തന്നെ ചേർക്കാം. ഞാനിപ്പോൾ പച്ചമുളക് കറക്റ്റായിട്ട് എരിവ് കിട്ടാൻ വേണ്ടിയിട്ട് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ബീൻസൊക്കെ കട്ട് ചെയ്ത് ഉള്ളിയൊക്കെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ ബീൻസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഉള്ളിയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. തേങ്ങയും പച്ചമുളകും ചേർത്തൊന്ന് ക്രഷ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഈ ഒരു സ്റ്റേജ് ഓപ്ഷനിലാണ്. പച്ചമുളക് കട്ട് ചെയ്ത് ചേർക്കണമെങ്കിൽ ചേർക്കാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷെ കൂടുതൽ പച്ചമുളകിന്റെ ആ എരിവ് നമ്മുടെ തോരനിലേക്ക് പിടിക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്ത് ചേർത്താലേ തോരനിലേക്ക് നന്നായിട്ട് പിടിക്കുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ നീളത്തിലാണ് കേട്ടോ ഉള്ളി കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഉള്ളി റൗണ്ടിൽ കട്ട് ചെയ്യുന്നതിനേക്കാൾ തോരന് ടേസ്റ്റ് ഈ രീതിയിൽ കട്ട് ചെയ്യുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ബീൻസ് ഒന്ന് നീക്കി വെച്ചതിന് ശേഷം
മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം തേങ്ങ ചേർക്കാം. ഇപ്പോൾ ഏകദേശം നമുക്കൊരു 400 ഗ്രാം ബീൻസ് ഉണ്ട്. 100 ഗ്രാമേ അതിൽ മോശമായിട്ടുണ്ടായിരുന്നുള്ളൂ. ബീൻസ് മോശം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ മൂത്ത ബീൻസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് 400 ഗ്രാം ബീൻസിനുള്ള അളവാണ് ഞാൻ പറയുന്നത്. ഇതിലേക്ക് ഇപ്പോൾ നമ്മൾ 2 പച്ചമുളകാണ് ചേർക്കുന്നത്. പിന്നെ തോരന് അധികം എരിവ് ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ 1 പച്ചമുളക് ചേർത്താൽ മതി. പച്ചമുളക് ചേർക്കുമ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ വല്ലാതെ അങ്ങ് അരഞ്ഞു പോരുത്, ചെറുതായിട്ടൊന്ന് ചതഞ്ഞു വരാനേ പാടുള്ളൂ. അപ്പോൾ നമ്മൾ പച്ചമുളക് വലിയ പീസായിട്ട് ഇടുകയാണെങ്കിൽ പച്ചമുളക് ഒന്ന് ചതഞ്ഞു വരുമ്പോഴേക്ക് തേങ്ങ അരഞ്ഞു പോവും. അതുകൊണ്ടാണ് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർക്കാന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് വരട്ടെ. വേറെ ഒന്നും നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നില്ല. ഇപ്പോൾ നമ്മൾ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. തോരനായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്യുന്നത്. ഇല്ല മെഴുക്കുവരട്ടി ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നത് ചീനച്ചട്ടിയിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ തോരൻ നമ്മൾ വെള്ളമൊഴിച്ച് കുക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ ക്യാബേജ് തോരൻ നമ്മൾ ഉരുളിയിൽ ചെയ്തു. ക്യാബേജിൻ്റെ ഒരു ചെറിയ നനവൊക്കെ ഉണ്ടല്ലോ. ഇത് ബീൻസിന് അത്രയും ആ ഒരു വാട്ടർ കണ്ടന്റ് ഇല്ല. ബീൻസിൽ കുറച്ച് വെള്ളത്തിൻ്റെ അംശമേ ഉള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നോൺ സ്റ്റിക്ക് പാൻ എടുത്തത്. ഇതിലേക്ക് നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞു. നമുക്കിതിലേക്ക് ഉഴുന്ന് പരിപ്പ് ചേർക്കാം. ഉഴുന്ന് ബോളാണെങ്കിലും ഉഴുന്ന് പരിപ്പാണെങ്കിലും ചേർത്താൽ മതി. ഉഴുന്നിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ആയി വരുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വറ്റൽമുളക് ചേർക്കുക. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി, അപ്പോൾ ഉള്ളിക്ക് പകരം ഒരു മീഡിയം വലിപ്പത്തിലുള്ള ഒരു ചെറിയ സവാളയാണെങ്കിൽ നീളത്തിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്താൽ മതി. പിന്നെ ഉള്ളി പൊളിക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ ഉള്ളി കിട്ടിയില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ മാത്രം സവാള ചേർക്കാം. ഇതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഇപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ തോരൻ റെസിപ്പിയൊക്കെ ചെയ്യുമ്പോൾ മഞ്ഞൾപ്പൊടി ചേർത്താൽ തോരൻ കാണാൻ ഭംഗി ഉണ്ടാവുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ എല്ലാ കറികളിലും മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. കേരള റെസിപ്പീസിലെല്ലാം മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഇൻഡോ ചൈനീസ് റെസിപ്പീസൊക്കെ ചെയ്യുമ്പോൾ മാത്രമേ മഞ്ഞൾപ്പൊടിയൊക്കെ ഒഴിവാക്കാറുള്ളൂ. അല്ലാതെ ഒരുവിധമുള്ള 90% റെസിപ്പീസിൽ നമ്മൾ മഞ്ഞൾപ്പൊടി ചേർക്കാറുണ്ടല്ലോ. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബീൻസ് ചേർക്കാം. ബീൻസ് ചേർത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കുക. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ബീൻസിലുള്ള വെള്ളത്തിൻ്റെ ആ ഒരു അംശം മാറിപ്പോവരുത്. ആ ഒരു വെള്ളത്തിൻ്റെ ഇതിലാണ് ബീൻസ് കുക്കാവുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കില്ല. അപ്പോൾ നമ്മൾ ബീൻസ് കട്ട് ചെയ്യുമ്പോൾ വലിയ പീസായിട്ട് കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ബീൻസ് കുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ ബീൻസ് കുക്കാവില്ലല്ലോ വെള്ളം ചേർക്കാതെ. ചെറുതായിട്ട് കട്ട് ചെയ്താൽ മാത്രമേ വെള്ളം ചേർക്കാതെ കുക്കായി കിട്ടുള്ളൂ. ഇനി നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. അടച്ചു വെച്ചു ബീൻസ് ഒരു ഹാഫ് കുക്കായി വരുമ്പോൾ നമുക്ക് ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് കുക്കാവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം. ഒരു 2 മിനിറ്റ് കൂടുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ ബീൻസിൻ്റെ അടിഭാഗം മോൾഭാഗം എല്ലാ സൈഡും ഒരുപോലെ തന്നെ കുക്കായി വരുന്നുണ്ട്. അപ്പോൾ ഈ 2 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. നമ്മളിപ്പോൾ അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയി. നമുക്കിനി ഇതൊന്ന് തുറക്കാം. തുറന്നതിന് ശേഷം ഇളക്കി കൊടുക്കുക. ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം വീണ്ടും നമുക്ക് അടച്ചു വയ്ക്കാം. ഇങ്ങനെ നമ്മൾ ബീൻസ് കുക്കാവുന്നവരെ അടച്ചു വെച്ച് ഇടയ്ക്ക് ഇളക്കി കൊടുത്ത് വീണ്ടും അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്തെടുക്കണം. പക്ഷേ ഇടയ്ക്ക് ഒരു ഹാഫ് കുക്കായി കഴിയുമ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ഉപ്പ് ചേർക്കുകയാണെങ്കിൽ നമ്മുടെ ബീൻസിലേക്കൊന്നും ഉപ്പ് കറക്റ്റായിട്ട് പിടിച്ചു വരില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കൊരു ഹാഫ് കുക്കായി കഴിയുമ്പോൾ ഉപ്പ് ചേർക്കണം എന്ന് പറഞ്ഞത്. വീണ്ടും അടച്ചു വയ്ക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ബീൻസ് ഹാഫ് കുക്ക് ആയി കഴിഞ്ഞു. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്തതിന് ശേഷം വീണ്ടും ഇളക്കി കൊടുക്കുക. നന്നായി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് തന്നെ കുക്ക് ചെയ്യാം. ഇനി ഇതൊന്ന് കുക്കായി വരട്ടെ. ഇപ്പോൾ നമ്മുടെ ബീൻസ് ഒരു 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒരു 8 മിനിറ്റായി ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നു. 2 മിനിറ്റ് കൂടുമ്പോൾ ഞാനിത് തുറന്നിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നടുക്കൊരു സ്പേസ് ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ അവിയലൊക്കെ ചെയ്യുമ്പോൾ ചെയ്യില്ലേ, അതുപോലെ നടുഭാഗത്തേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയും പച്ചമുളകും ചേർന്ന മിക്സ്. തേങ്ങയുടെ അളവൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് തീരുമാനിക്കാം കേട്ടോ. ഞാനിപ്പോൾ കുറച്ച് തേങ്ങ ചേർക്കുന്നുള്ളൂ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ബീൻസിൻ്റെ ടേസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് കിട്ടില്ല. തേങ്ങയുടെ ടേസ്റ്റ് അല്ലേ കൂടുതൽ വരുള്ളൂ. പിന്നെ തേങ്ങയുടെ ടേസ്റ്റ് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം. ഇനി നമുക്ക് ബീൻസ് കൊണ്ട് ഈ തേങ്ങ ഒന്ന് കവർ ചെയ്ത് വയ്ക്കാം. നമ്മൾ സെയിം അവിയൽ ചെയ്യുമ്പോൾ ചെയ്യുന്ന അതേ പ്രൊസീജിയർ തന്നെ. ഇനിയിപ്പോൾ ഇതൊരു 2 മിനിറ്റ് വീണ്ടും അടച്ചു വയ്ക്കാം.
അടച്ചു വെച്ചതിന് ശേഷം 2 മിനിറ്റ് കഴിഞ്ഞിട്ട് മാത്രം നമുക്ക് തേങ്ങ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മൾ തേങ്ങ ചേർത്ത് അടച്ചു വെച്ചിട്ട് 2 മിനിറ്റ് ആയി. നമുക്കൊന്ന് തുറക്കാം. ഇനിയിപ്പോൾ നമുക്ക് തേങ്ങ ഇതിലേക്ക് മിക്സ് ചെയ്യാം. ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയതിന് ശേഷം ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്യുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബീൻസ് നന്നായി കുക്കായി കഴിഞ്ഞു. ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയപ്പോൾ ബീൻസ് കറക്റ്റായിട്ട് കുക്കായിട്ടുണ്ട്. ബീൻസ് കറക്റ്റായിട്ട് കുക്കായത് എങ്ങനെയാണ് മനസ്സിലാക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ബീൻസ് എടുത്ത് ഒന്ന് ചൂട് മാറി വരുമ്പോൾ കഴിച്ചു നോക്കുകയാണെങ്കിൽ നമുക്കറിയാമല്ലോ ബീൻസ് കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ആ രീതിയിൽ ചെക്ക് ചെയ്തതിന് ശേഷം കറക്റ്റായിട്ട് കുക്കായതിന് ശേഷം മാത്രം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ബീൻസ് ഓവർ കുക്കായി പോയിട്ടുണ്ടെങ്കിൽ കഴിക്കാൻ ഒട്ടും തന്നെ ടേസ്റ്റ് ഉണ്ടാവില്ല. വല്ലാതെ അങ്ങ് കുഴഞ്ഞു പോവും. വെള്ളം ചേർത്ത് വേവിച്ചിട്ട് തോരൻ ഉണ്ടാക്കുകയാണെങ്കിലും അതുപോലെ തന്നെ ബീൻസ് കുഴഞ്ഞു പോവും. അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ തോരൻ ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ വല്ലാതെ തന്നെ ഡ്രൈ ആയിപ്പോയി ബീൻസ് കുക്ക് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചായിട്ട് വെള്ളം തളിച്ചു കൊടുക്കാം നമുക്ക്. ഇതിലിപ്പോൾ നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല. അപ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ നമ്മുടെ ബീൻസിൻ്റെ പരിപാടി. ബീൻസ് തോരൻ റെഡി ആയി കഴിഞ്ഞു. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടോടെ തന്നെ ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാം. പിന്നെ ഉപ്പും എരിവും കറക്റ്റ് ആയിരിക്കണം. ഉപ്പും എരിവും കറക്റ്റ് ഉള്ളതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു കറികൾക്കും ടേസ്റ്റ് ഉണ്ടാവില്ല. അത് വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറി ഉണ്ടാക്കി കഴിയുമ്പോൾ ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടല്ലേ. പിന്നെ അത് ഒരു വിധത്തിലും ചെയ്യാൻ പറ്റില്ല നമുക്ക് ടേസ്റ്റ് കൂട്ടാൻ. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഉപ്പ് ചേർക്കുമ്പോൾ ഉപ്പ് കൂടി പോകരുത്. ഉപ്പ് കൂടി പോയിട്ടുണ്ടെങ്കിൽ ഉപ്പ് കുറയ്ക്കാൻ വഴികളൊന്നുമില്ല. ചില റെസിപ്പികളിൽ നമുക്ക് ഉപ്പ് കുറയ്ക്കാൻ വഴികളൊക്കെ ഉണ്ട്. പക്ഷേ തോരനിലൊന്നും നമുക്ക് ഉപ്പ് കുറയ്ക്കാൻ പറ്റില്ല. കുറച്ച് തേങ്ങയും കൂടി ചേർക്കാം. അപ്പോൾ ആ തേങ്ങയുടെ ടേസ്റ്റ് മുന്നിൽ നിൽക്കും. അല്ലാതെ ബീൻസിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അത്രയേ ഉള്ളൂ. അല്ലാതെ നമുക്കപ്പോൾ തേങ്ങ തോരൻ എന്ന് പറയുന്ന രീതിയിലാക്കേണ്ടി വരും. വേറെ ഓപ്ഷൻസ് ഒന്നും എനിക്ക് അറിയില്ല കേട്ടോ. ഇനി അറിയാവുന്ന ആളുകളൊന്ന് കമൻറ്റ് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ടിപ്സ് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യാം. അപ്പോൾ എല്ലാവരും തോരൻ ഉണ്ടാക്കി കഴിച്ചതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം കാണാം. ബൈ.